ഒരു അൺഫോർഗറ്റബിൾ പെർഫ്യൂം. 2 ബാല്യകാല സുഹൃത്തുക്കൾ അവരുടെ ഒരുമിച്ചുള്ള വളർച്ചയിൽ 2012 അവർ ഒരുമിച്ചൊരു സ്വപ്നം കണ്ടു. ഒരു പെർഫ്യൂം ഹൗസ്. എന്തിനായിരിക്കും ആ പെർഫ്യൂം ഹൗസ്? അവരുടെ സിറ്റിയുടെ കഥ പറയുന്ന, അവരുടെ രാജ്യത്തിൻ്റെ കഥ പറയുന്ന, അവരുടെ രാജ്യത്തിൻ്റെ കൾച്ചറിനെ, ആർട്ടിനെ, മ്യൂസിക്കിനെ, തിയേറ്ററിനെ, അങ്ങനെ എല്ലാത്തിനെയും സിംബോളൈസ് ചെയ്യുന്ന, അവരുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്ന ഒരു പെർഫ്യൂം ഹൗസ്. ആ പെർഫ്യൂം ഹൗസിന് അവരിട്ട പേര് നിഷാനെ എന്നായിരുന്നു. ഞാൻ ഡോക്ടർ അജിം ഷാ, നിങ്ങളുടെ സ്വന്തം ഫ്രാഗ്രൻസ് എക്സ്പെർട്ട്. 2012 മെർട്ട് ഗുസൈലും മുറാഡ് കട്രാനും മുന്നോട്ട് വെച്ച ആശയം അവരുടെ രാജ്യത്തിൻ്റെ ഓർമ്മകളെ സിംബോളൈസ് ചെയ്യുന്ന ഒരു പെർഫ്യൂം ഹൗസ് നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു. അവിടെയാണ് ടർക്കി എന്ന രാജ്യത്തെ ആദ്യത്തെ ഗ്ലോബൽ നീഷ് പെർഫ്യൂം ഹൗസ് പിറവിയെടുക്കുന്നത്. നിഷാനെ വളരെ പെട്ടെന്ന് തന്നെ ആൾക്കാരുടെ ഹൃദയം കവരുന്ന ഒരു പെർഫ്യൂം ഹൗസായി മാറി. പക്ഷേ അവർ മുന്നോട്ട് വെച്ചത് 3 ഐക്കോണിക് ആയിട്ടുള്ള പ്രിൻസിപ്പൾസ് ആയിരുന്നു. അവരുണ്ടാക്കുന്ന പെർഫ്യൂംസ് എല്ലാം തന്നെ എക്സ്ട്രേറ്റ് കാറ്റഗറിയിലായിരിക്കും. രണ്ടാമത്, അവർ പറയുന്ന നോട്ട്സ് എല്ലാം ഫിയർലെസ് നോട്ട്സുകളായിരിക്കും. മൂന്നാമത്, അവർ പറഞ്ഞു വെച്ചത് ആ രാജ്യത്തിൻ്റെ, അവർ നിൽക്കുന്ന ടർക്കി എന്ന രാജ്യത്തിൻ്റെ, ഇസ്താംബുൾ എന്ന സിറ്റിയുടെ ആർട്ടിനെ, മ്യൂസിക്കിനെ, തിയേറ്ററിനെ, സിവിലൈസേഷനെ, കൾച്ചറിനെ എല്ലാം പറഞ്ഞോതുന്ന, വിളിച്ചറിയിക്കുന്ന പെർഫ്യൂംസ് ആയിരിക്കും നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു. നിഷാനെ 2019 സെസിൽ സെറോക്കിയാൻ എന്ന പെർഫ്യൂമറുടെ സഹായത്തോടു കൂടി ഇറക്കിയ ആനി എന്ന പെർഫ്യൂമാണ് നിഷാനയുടെ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ പെർഫ്യൂം. ആനി എന്നാൽ 1001 ചർച്ചുകളുള്ള നഗരം എന്നാണ്. അർമേനിയയിലെ ആനി എന്ന സിറ്റിയെ മുൻനിർത്തിയാണ് ഈ പെർഫ്യൂം സെസൈൽ സെറോക്കിയാൻ നിർമ്മിച്ചത്. ഈ സെസൈൽ സെറോക്കിയാൻ നിർമ്മിച്ച പെർഫ്യൂമിൻ്റെ ബേസ് നോട്ട് അല്ലെങ്കിൽ ഹാർട്ട് നോട്ട് എന്ന് പറയുന്നത് വാനിലയായിരുന്നു. അപ്പോൾ 2023 നിഷാന ഒരു തീരുമാനമെടുത്തു. നിഷാനയുടെ അതുവരെ ബെഞ്ച് മാർക്കായിരുന്ന പെർഫ്യൂമുകളെ എല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് അതിൻ്റെ പുതിയൊരു റീഫൈൻഡ് വേർഷൻ കൊണ്ടുവരിക എന്നുള്ളത്. 2023 അങ്ങനെ നിഷാനെ ആനി എക്സ് നിലവിൽ വന്നു. ഈ നിഷാനെ ആനി എക്സിൽ പഴയ ആനിയുടെ അതേ നോട്ട്സ് തന്നെയാണ് ഉള്ളത് എങ്കിലും നിഷാനെ ആനിയിൽ നിന്ന് വ്യത്യസ്തമായി അവരിനെ കൂടുതൽ ഫ്രഷി അല്ലെങ്കിൽ സിട്രസി അല്ലെങ്കിൽ കാഡമം ബേസ്ഡ് നോട്ടാക്കി പെർഫ്യൂമാക്കി മാറ്റാനുള്ള ശ്രമം നടത്തി. തീർച്ചയായിട്ടും എന്താ ആറ്റമൈസർ! വളരെ സിട്രസിയായ, എന്നാൽ ഹൃദയത്തിൽ ഇപ്പോഴും വാനില തന്നെയാണ്. സിട്രസി കാഡമം വൈബിൽ സ്പൈസി ആയിട്ടുള്ള, ഫ്രഷി ആയിട്ടുള്ള, വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് നിഷാനെ അവരുടെ 10th ആനിവേഴ്സറി എഡിഷനിൽ കൊണ്ടുവന്നത്. തീർച്ചയായിട്ടും എക്സ്പെൻസീവാണ്. ഒരു 720 ദിർഹംസ് അല്ലെങ്കിൽ ഒരു 20,000 രൂപയ്ക്ക് മുകളിൽ വില വരുന്നൊരു പെർഫ്യൂമാണ്. ഡു ഫോളോ ഫോർ മോർ. അടുത്ത പ്രാവശ്യം പുതിയൊരു കഥയുമായി കാണാം. താങ്ക് യു സോ മച്ച്.